ഒരു നിമിഷം നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ രേണുകയുടെ പ്രസംഗം കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്. നിങ്ങളൊന്നും ഉണ്ടായിരുന്ന സമയം വെറുതെ പോകില്ല. രേണുക ഞാൻ പറയുന്നത് അറിയോ, വെറുതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു തരുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങിയെന്ന് സംസാരിക്കാതെ കേരളത്തിന് പുറത്തേക്ക് ഒന്ന് യാത്ര ചെയ്യണം. ഉത്തർപ്രദേശിന്റെ ജനസംഖ്യ എത്ര? 24 കോടിയാണ്. കേരളത്തിന്റെ 3.4 കോടിയാണ്. നോക്ക്, 6, 4, 24. കേരളത്തിന്റെ 6 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അത് വെച്ചിട്ടുള്ള കമ്പാരിസൺ തന്നെ രേണുകയുടെ തെറ്റാണെന്ന്. ശ്രീ ശ്യാംരാജ്, സുപ്രീം കോടതി തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോക്കൂ, PM ശ്രീയുടെ പേരിലും മറ്റുമൊക്കെ പിൻവാതിൽ കൂടെ ഇത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? അതുമായി ബന്ധപ്പെട്ടല്ലാത്ത, PM ശ്രീയുമായി ബന്ധപ്പെട്ടല്ലാത്ത ഫണ്ട് പോലും തടഞ്ഞു വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കി അതിന് പ്രേരിപ്പിക്കുകയാണ്. ഇത് എന്ത് തരം സമീപനമാണ്? എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പറഞ്ഞ വിശദീകരണം പോലും തെറ്റായിട്ടുള്ള രീതിയിലാണ്. ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ഒരു പുതിയ പോളിസി കൊണ്ടുവരുന്നത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പുതിയ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരികയാണ്. എല്ലാ രീതിയിലുമുള്ള. നമ്മളിപ്പോ കേരളത്തിലെ തന്നെ ഒരു അവസ്ഥ നിങ്ങൾ എടുത്ത് നോക്കൂ. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. കേരളത്തിൽ ചെറുപ്പക്കാര് വിദേശത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം അതാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പണ്ടൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് പുറത്തു പോയിരുന്നെങ്കിൽ ഇന്ന് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. NEP നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളും പുറത്തു പോകുന്നില്ലേ? എത്ര എണ്ണം എണ്ണെടുത്ത് കണക്കെടുത്ത് കേരളത്തെക്കാൾ കൂടുതൽ ആളുകൾ പോകുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. കേരളമല്ലല്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ? മഹാരാഷ്ട്രയിൽ നിന്നും UP-യിൽ നിന്നും ഒക്കെ ഉള്ള ആളുകളാണ്. അങ്ങനെയുള്ളവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ. മഹാരാഷ്ട്രയാണ് എന്തായാലും. അവിടെ നിന്ന് ആളുകൾ പോകുന്നുണ്ടല്ലോ ശ്യാംരാജ്. അവർ അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൊള്ളാത്തത് കൊണ്ടായിരിക്കുമോ പോകുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയിടങ്ങളിൽ നിന്ന് BJP ഭരിക്കുന്നിടങ്ങളിൽ നിന്ന് ആളുകൾ പോകുന്നതിന്റെ കാരണം അതാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കാര്യം പറയാം. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഒരു നിമിഷം നിങ്ങൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ രേണുകയുടെ പ്രസംഗം കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാനതിന് താങ്കൾ ചോദിച്ചതിന്റെ മറുപടിയാണ് പറഞ്ഞത്. താങ്കൾ ചോദിച്ചതിന്റെ മറുപടിയാണ് പറഞ്ഞത്. താങ്കളല്ലേ എന്നോട് ചോദിച്ചത് എവിടുന്നാണ് പോകുന്നതെന്ന് താങ്കൾ തിരിച്ചു ചോദിച്ചു. രേണുക കഥാപ്രസംഗം നിർത്തൂന്നേ. തിരിച്ചു സംസാരിച്ചാൽ അത് കഥാപ്രസംഗമാവും, തെരുവ് പ്രസംഗമാവും. അതെന്തൊരു മാന്യതയാണ്, എന്ത് മര്യാദയാണ് താങ്കൾ പറയുന്നത്? എന്താണ് ഒരു ചോദ്യം ചോദിച്ചു, അതിന് നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടോ? പറയണം എപ്പോൾ. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉപചോദ്യങ്ങളും മറുചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ഇത് പറഞ്ഞു ഒരു സെന്റൻസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി ഞാൻ എന്താ ചെയ്യുക? ഇത് പറയാൻ വേണ്ടി സമ്മതിക്കണ്ടേ? ഇത് മറ്റേ നിങ്ങൾ എന്റെ വയൽ കയറി നിന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ്. ഞാനവിടെ ഒന്നല്ലല്ലോ. എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. വിദ്യാഭ്യാസ നയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം UP-യിൽ 10-24 കോടി ജനങ്ങളുണ്ട്. കേരളത്തിലുള്ള 3-4 കോടി ജനങ്ങളാണ്. ജനസംഖ്യാനുപാതമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഈ രാജ്യത്ത് നിന്ന് പോകുന്ന സംസ്ഥാനം കേരളമാണെന്ന്. അതാണ് പറഞ്ഞത്. നിങ്ങളൊന്നും ഉണ്ടായിരുന്ന സമയം വെറുതെ പോകില്ല. രേണുക ഞാൻ പറയുന്നത് അറിയോ, വെറുതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു തരുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങിയെന്ന് സംസാരിക്കാതെ കേരളത്തിന് പുറത്തേക്ക് ഒന്ന് യാത്ര ചെയ്യണം. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അതന്നെ. അപ്പോൾ ആരും പഠിപ്പിക്കണ്ട. ഞാൻ രേണുകയെ പഠിപ്പിക്കില്ല, രേണുക എന്നെയും പഠിപ്പിക്കണ്ട. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മിണ്ടായിരിക്കും. ചോദ്യം ഉപചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ശേഷം പറയുക. എന്നോട് ചോദിക്കാൻ വന്നാൽ, എന്നെ പഠിപ്പിക്കാൻ വന്നാൽ ഞാനും പഠിപ്പിക്കും. ഇല്ല, ഞാൻ അതിന് മരുന്ന് അധിക്ഷേപം നടത്തുക മാത്രമാണ്. കഥാപ്രസംഗമെന്നും മറ്റും പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കാനാണ് താങ്കൾ നോക്കിയത്. ഞാൻ ചോദ്യം ചോദിക്കാനാണെങ്കിൽ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ഭീഷണി കണ്ടോ, വിരക്തി കണ്ടോ, കളിയാക്കൽ കണ്ടോ, ഞാനങ്ങ് എന്റെ വാദം ജനങ്ങൾ കേൾക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് പറഞ്ഞില്ലല്ലോ. താങ്കൾ എന്ത് വാദമാണ് പറഞ്ഞത്? താങ്കൾ എന്ത് വാദമാണ് പറഞ്ഞത്? താങ്കൾ ആദ്യം വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, രേണുക പിടിച്ച കോലിന് 2 കൊമ്പെന്ന് പറഞ്ഞത് അംഗീകരിച്ചിടാൻ പറ്റില്ലാന്ന്. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്തും പറയാം, ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു പറയാം. അത് അങ്ങനെയെല്ലാം തിരിച്ചു പറയുമ്പോഴാണ് പ്രശ്നം.
നിങ്ങൾ പറഞ്ഞ അതിന് മാപ്പോട് തിരിച്ചു മറുപടി ഉണ്ടാകുമെന്നേ. അത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. നിങ്ങളൊരു വാദം പറയുമ്പോൾ അത് അങ്ങനെയല്ല മറുവശമാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റണം. നിങ്ങൾ പറഞ്ഞത് NEP ഞങ്ങൾ അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും രസമാണ് ഇവിടെ. NEP അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്തിട്ടുള്ളത്. കേരളമടക്കമുള്ള കേരളത്തിൽ നിങ്ങളൊന്ന് പഠിക്കുക വിഷയം. ഈ രാജ്യത്ത് ജനസംഖ്യാനുപാതമായിട്ട് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് പുറത്തു വരുന്ന സംസ്ഥാനം ഏതാണ്ട് കേരളമാണെന്ന്. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് മനസ്സിന്നതിന്, അതിലെ തെറ്റുകൾ തിരുത്തുന്നതിന്, അത് പഠിക്കുന്നതിന്, ആ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ചർച്ചകൾ നടത്തുന്നതിന് നിങ്ങളെന്നെ ഇത്ര അസഹിഷ്ണുതയോടെ കാണുന്നത്? എന്ത് ചെയ്യാനോടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോയവരെ തിരിച്ചു വിളിക്കണ്ടേ ശ്രീ ശ്യാംരാജ്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോയവരെ തിരിച്ചു വിളിക്കണ്ടേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഉത്തർപ്രദേശിലെ ജനസംഖ്യ എത്ര? 24 കോടിയാണ്. കേരളത്തിന്റെ 3-4 കോടിയാണ്. നോക്കാം, 6-4-24. കേരളത്തിന്റെ 6 ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. അത് വെച്ചിട്ടുള്ള കമ്പാരിസൺ തന്നെ രേണുകയുടെ തെറ്റാണെന്ന്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? കാലാനുസൃതമായിട്ട് എത്രയോ വർഷങ്ങളെടുത്ത് പഠിച്ചതിന് ശേഷം പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു പോളിസിയാണ്. അത് ഒരു കാരണവശാലും ഒരു സർക്കാരിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?